2011 റിലീസായിട്ടില്ല ദ ഡേറ്റി പിക്ചർ എന്നുള്ള മൂവിയിലെ സോങ്ങിലെ ലൊക്കേഷനും കോമഡി റൊമാൻസ് ഫിലിം ആയിട്ടുള്ള അയ്യ എന്നുള്ള മൂവി ലൊക്കേഷനും ആക്ഷൻ പടമായിട്ടുള്ള ക്രിഷ് 3 എന്നുള്ള മൂവിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, പുഷ്പ RR ഫിലിം ഷൂട്ടിംഗിന്റെ ലൊക്കേഷൻ, ദൃശ്യം മൂവിയിൽ ലാലേട്ടൻ ഡെഡ് ബോഡി കുഴിച്ചിടുന്ന സ്പോട്ട്, അതുപോലെ ജയിലർ വാർ 2 മൂവി ലൊക്കേഷൻ, ചെന്നൈ എക്സ്പ്രസ് മൂവി ലൊക്കേഷൻ, ബാഹുബലി മൂവി ലൊക്കേഷൻ, ഇതുപോലുള്ള 3300ഓളം പടങ്ങൾ ഈ ഒരു രാമോജി ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കാഴ്ചകൾ പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിന്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3ാമത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ് ഫിലിം സിറ്റി ആയിട്ടുള്ള രാമോജി ഫിലിം സിറ്റിയിലാട്ടോ. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദിലുള്ള തന്നെയാണ് നമ്മുടെ ബാഹുബലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്താണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ഹജ്ജ് ഹൗസിൻ്റെ അവിടെയാണ്. ഈ ഒരു ബാക്കിൽ കാണുന്ന ഇവിടെ നമ്മൾ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമുക്ക് സ്കൂട്ടി വെച്ചിട്ട് അല്ലാതെ കാർ വെച്ചിട്ട് പോകാൻ പറ്റും. ഏകദേശം ഒരു മണിക്കൂർ റൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ട്രാഫിക് ഭയങ്കര സീനാണ്, നല്ല ട്രാഫിക്കാണ്. നമ്മളങ്ങോട്ട് എത്തൂല്ല, ഫുള്ള് പൊടി അടിച്ച് മുഖം ഫുള്ള് കുളവും. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു മെട്രോ, ബാക്കിൽ കണ്ട മെട്രോ അതിൻ്റെ പാലം, അപ്പോൾ ഇവിടെ നമുക്ക് മെട്രോ വഴി നമുക്ക് നേരെ രാമോജി ഫിലിം സിറ്റിക്ക് അവിടേക്ക് എത്താൻ പറ്റും. പക്ഷേ ഫുള്ളായിട്ട് എത്തൂല. ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഏതെങ്കിലും ക്യാബോ ഊബർ അങ്ങനെ വിളിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ രാമോജി ഫിലിം സിറ്റി ഒരു ഫുള്ള് ഡേ കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിട്ടോ. കാരണം ഞങ്ങൾ ആ ഒരു സ്റ്റേ അടിച്ചിരുന്ന റൂമിൽ തരം ക്യാഷറിലിരിക്കുന്ന ചങ്ങാനോട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ സ്കൂട്ടിമ്മ പോകണോ അതോ മെട്രോ വഴി പോകണോ ബെറ്റർ ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ സ്കൂട്ടി ഇല്ല, പിന്നെ എന്താ കുഴപ്പം, ഇതിൽ പോകാൻ ബെറ്റർ എന്നാട്ടോ പറഞ്ഞത്. മറ്റേതാകുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് തിരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്കൂട്ടി ആകുമ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഊബർ വിളിച്ചിട്ട് കുറച്ച് കിലോമീറ്റർ നമ്മൾ ഈ മെട്രോയിൽ വന്നിട്ട് കുറച്ച് ഭാഗം ഇതേപോലെ ക്യാബ് വിളിച്ച് പോണത്. ഇപ്പോൾ കറക്റ്റ് 19 കിലോമീറ്റർ ആട്ടോ. ഇപ്പോൾ ആ ഒരു മെട്രോൻ്റെ ആ ഒരു പാലം ഫുള്ള് പോയി. അപ്പോൾ നമ്മൾ മെട്രോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 19 കിലോമീറ്റർ നമ്മൾ പിന്നെ ഊബർ വിളിച്ച് പോകേണ്ടി. അപ്പോൾ നല്ലൊരു എമൗണ്ട് അവിടെ പൊട്ടും. അതിക്കും 100 രൂപ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് സ്കൂട്ടി അവിടെ പോവാം. അപ്പോൾ അതാ ബെറ്റർ കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല റോഡാണ്, വലിയ തിരക്കില്ല. അപ്പോൾ ഗൈസ് ഇനി രാമോജി ഫിലിം സിറ്റിക്ക് 12 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴി ഫുൾ ഹൈവേ ആയതുകൊണ്ട് സൈഡിലൊന്നും നല്ല കടലുണ്ടായില്ല. അവസാനം ഒരു കട കണ്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭൂരി പിന്നെ 2 ബോണ്ട. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ രാമോജി ഫിലിം സിറ്റിൻ്റെ എൻട്രി ഭാഗത്ത്. എൻട്രി പറയുമ്പോൾ ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ഉണ്ട്. പക്ഷേ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി ഒരു 6-7 കിലോമീറ്റർ ഇനിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ റൈഡ് ചെയ്യാൻ തന്നെ. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രി അപ്പോൾ ഞങ്ങൾ കയറി രാമോജി ഫിലിം സിറ്റി. തിരക്ക് കമ്മിയാ തോന്നുന്നല്ലോടാ. അപ്പോൾ ഗൈസ് ഞാൻ രാമോജി ഫിലിം സിറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പൊട്ടും. ഇവിടെ അഡൾട്ടിന് 1450 പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡൾട്ടിൻ്റെ തന്നെ ഒരാൾക്ക് 3000 രൂപ. 3000 രൂപയ്ക്ക് AC ബസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ കുറച്ചും കൂടി കഴിക്കാനതും കുറച്ചും കൂടി ഫെസിലിറ്റീസുകൾ കൂടിയതാ കാര്യം. പിന്നെ ചിൽഡ്രൻസിന് നോർമലിന് 1250 പിന്നെ ഇതേപോലെ കൂടിയ ഉള്ളതിന് 2800 കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ടിക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഗേറ്റ് എൻട്രിക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഒരു 7 കിലോമീറ്റർ യാത്ര ഉണ്ട് ഇത്ര. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സെറ്റ് ഫിലിമിന് വേണ്ടിയുള്ള സെറ്റൊക്കെ ഉള്ള ഭാഗത്തേക്ക് 7 കിലോമീറ്റർ ഉണ്ട് ഇത്ര. അങ്ങോട്ട് പിന്നെ ഇവർ ആക്കി തരാണ് ചെയ്യുക. ആക്കി തരുമ്പോൾ മറ്റേ വലിയ 3000 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കൂടി കിട്ടും. ഇത് ഭാഗം കൺഫ്യൂഷനായി കിടക്കുകയാണ്. പിന്നെ അത്യാവശ്യം കാണാനുണ്ട്. നമ്മളൊരു ഗൈഡില്ലാതെ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു കാര്യം, ഒന്നും അറിയാതെ ഇങ്ങനെ കണ്ടുപോകുന്നതാവും. കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഓരോന്നിങ്ങനെ വ്യക്തമായിട്ട് സംഭവം ഇത് ഈ ഫിലിമിൻ്റെ സെറ്റാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഏതായാലും വന്നാലേ വെച്ചിട്ട് ഇപ്പോൾ 3000 എടുക്കാനായിട്ട് പ്ലാന്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഒരു പ്രീമിയം ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കേട്ടോ. ഇവിടെ ചോദിച്ചപ്പോൾ പ്ലസ് GST കൂടി ആയപ്പോൾ 500 കൂടി ആഡ് ആയിട്ടുണ്ട്. പിന്നെ നോർമൽ ടിക്കറ്റിൽ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും ഇത്ര. പിന്നെ ഒരു മൈനസ് പോയിന്റ് പറഞ്ഞാൽ നോർമൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇതാകുമ്പോൾ വിത്ത് ഇൻക്ലൂഡ് ഫുഡാണ്. പിന്നെ അവിടെ അതിലും ഗൈഡ് ഉണ്ടാവും ഇതിലും ഗൈഡ് ഉണ്ടാവും. വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ക്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. മറ്റേത് എടുത്തു കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ വാട്ടർ തീം പാർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു ക്യാഷ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കാതെ ഓരോ റൈഡിൽ കയറാൻ പറ്റൂലേ, അതേ സെറ്റപ്പ് തന്നെ കേട്ടോ. അപ്പോൾ പ്രീമിയത്തിന് 3500
ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ അതെടുക്കാൻ പോവാണ്. ടിക്കറ്റ് എടുത്തിട്ടോ, സാധനം അതാ കണ്ടോ. എൻ്റെ നോട്ടിച്ച ഈ 2 സ്റ്റിക്കർ നമ്മൾ VIP ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല ഇതാത്ത കേട്ടോ. അത് കീറിയില്ലേ? കീറി എൻ്റെ നോട്ടിച്ച പിടിക്കണ ചെക്കണ്ണി പോരൂലേ? അതിനെ നെറ്റിമൊട്ടിച്ചാലോ? മനസ്സിലാ, ശ്രദ്ധിച്ചാ മതി. ചോക്ലേറ്റ് ബോക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാല്ലേ AC ബസ് ഇതായിരിക്കും. നമ്മുടെ കൂടെ ഈ ഒപ്പല്ല ആൻറ്റിമാർ കേട്ടോ. ഇതാണ് നമുക്ക് പോലെ വണ്ടി. തുറന്ന നല്ല ഒലിപ്പൂപ്പൊക്കെ വരും. ഇതാണ് പോലെ പ്രീമിയം ചോക്ലേറ്റ്. ഇതവിടുത്തെ ഓരോ സ്ലിപ്പുകളാട്ടോ കാണിച്ചാൽ. നമ്മൾ ഓരോ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുമ്പോഴേ ഓരോ ഇതാണ്. സ്റ്റാർട്ടിങ് എക്സ്പീരിയൻസ്, ജ്യൂസ്, ലഞ്ചിൻ്റെ ടിക്കറ്റ്, മെർച്ചൻഡൈസ് ചോറോ, ടീ, കോഫി, ഇതൊക്കെ ഉണ്ട്. Morning everyone, welcome to the world's largest film show complex of Ramoji. So आपका गाइड का नाम है मिस्टर राजेश. So राजेश अंदर रहता है. So आपका उनका नंबर देता हूँ, एक बार नोट कर लीजिए. So take his number. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു രാമോജി ഫിലിം സിറ്റിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോണതാട്ടോ ഈ ഒരു കാണുന്നത്. വിങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ബേർഡ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ എന്നാണ് ചെങ്ങായി പറഞ്ഞത്. നമ്മുടെ ഗൈഡ് അതിൻ്റെ ഉള്ളിലുണ്ട്, രാജേഷ് എന്നുള്ള പേര്. രാജേഷേ വർത്താനം പറയണ്ടടാ. ഹലോ, അതാ How are you? അതാ Hello. അതോ സീനി അതാ ചിരിക്കടാ. എന്താ അതാ അറിയൂന്ന്? ഓസ്ട്രിച്ചോ? ഏതോ അതിവിടെ ഓസ്ട്രിച്ചിന്റെ മുട്ട. ഒരു 5-10 ആൾക്ക് ബുൾസൈ അടിക്കാറുണ്ട്. അതല്ല, ഇതിന്റെ മാഗ്നറ്റിക് വേണം ഭയ്യ. മാഗ്നറ്റിക് എത്തിനാ രാമോജി? 99 rupees. എടാ കുറവാടാ. എന്താണ് എന്താ ഫിഷ് മാഗ്നറ്റ്സ്? രാമോജി ഫിഷ് മാഗ്നറ്റ്സ് 99. നമ്മൾ ഓരോ പ്ലേസിലേക്ക് പോയിക്കോണെങ്കിലേ അവിടുത്തെ ഒരു മെമ്മറീസിന് വേണ്ടി വെക്കണ സാധനം ഒരു മാഗ്നറ്റ് ആണ്. ബോക്സിൽ ജസ്റ്റ് ചെക്കിങ്. ഇതിങ്ങനെ ഇതെടുത്ത് വെച്ചാലോ? ഫിലിമിൻ്റെതല്ലേ? അതിന്റെ ബാക്കില് മാഗ്നറ്റാ. എടാ നമ്മള് ജസ്റ്റ് എടുത്തേക്ക് ഓർമ്മക്ക്.
QR. ആ ഇത് 89 റുപ്യക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ മേടിക്കാം. അപ്പം ഇനി ഞാൻ 2 റുപ്യ അയച്ചു കൊടുത്താൽ മതി ഇതിന്. Then remaining amount कैसा करते? ബാലൻസ് 2 റുപ്പീസ്. 150 ഓക്കെ 150 റുപ്യ സാധനമല്ലേ. സ്കാനർ. remaining amount. ഇവിടെ തൊട്ട് അടുത്ത നമ്മുടെ ലൊക്കേഷൻ ക്രിബലു കേവ്. അടിക്കണല്ലേ? അടിച്ചോക്കെ കയ്യില്ല നമുക്ക്. പ്ലാസ്റ്റിക് ഏത്? അത് ഇവിടെ നിന്നല്ലേ? അത് നേപ്പാളാണ്. ഏതുണ്ടോ? എന്തോ കുറെ ചങ്ങലടക്ക സൗണ്ട് കേൾക്കുന്നു. സെറ്റില് ഇവിടെ എന്തോ വർക്ക് കിടക്കണ്ട. Making plaster Paris fiber. Okay. Full total fiber? Fiber adada. Oh, ഇവിടെ നോക്കേ. Show every 1 minute no. തലയില്ലാത്ത പോലെ ഇതാ മറ്റേ സാധനേ. ഇത് സംഭവം കണ്ടതിനെ കറക്റ്റ് ഒരു ഇരുമ്പിന്റെ സാധനം പോലെ അല്ലേ? ഇത് ഫൈബറാണ്. ഷോ ഇൻ എവരി 1 minute. നൈസായില്ലേ? അതാ അവിടെ ചാലിവേ. എടാ എനിക്ക് തോന്നുന്നത് അവിടെ സ്ക്രീനാന്നടാ. ഞാൻ ഫോണിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിന്റെ സാധനേ ഞാൻ ഐഫോണിൽ എടുക്കേണ്ടത് കാണിച്ചു തരേ. എന്താ വെച്ചോക്ക്? എടാ 1:45 എടുക്കുന്നാട്ടോ പറഞ്ഞു ബസ്. ആടാ പെട്ടെന്നാണ് വന്നപ്പോ. അന്ന മറ്റേതല്ലേ 9:16 തല മുട്ടുവോ? സംഭവം പെട്ടെന്നാണ് വന്നപ്പോഴേ ഫുള്ളാണ് കിളി പോയി. നമ്മളീ 3000 VIP പാക്കേജ് എടുത്തു കഴിഞ്ഞാലേ നമ്മള് അത് ശരിയാട്ടോ. നമുക്ക് ഇഷ്ടത്തില്ല, നമ്മളെ ഇഷ്ടം പോലെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ പോകാൻ പറ്റൂല. കറക്റ്റ് ടൈമിൽ പോയി കാണണം. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ചക്കക്ക് കേവ് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാ തള്ളാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു മൈനസ് ഇതാണ്. പക്ഷേ നമുക്ക് മാക്സിമം എല്ലാതും കാണാൻ പറ്റും. കുറച്ചെങ്കിൽ കാണട്ടെ. മറ്റേത് നമ്മൾ ടൈം എടുത്ത് പോകുമ്പോൾ ഇത് കറക്റ്റ് അത്ത ബസ്സോ കറക്റ്റ് 5:30 ക്ലോസ് ചെയ്യും. അയാൾക്കൊന്ന് വിളിച്ചോക്കെ. ഇവിടെ ബസ് ബോർഡിംഗ് പോയിന്റ് നദിക്കണേ. ഇതാ ഇതാട്ടോ നമുക്ക് പോവാല്ലേ ബസ്.
സീറ്റ് ഉണ്ടോ? നീച്ചിക്കാണോ തേങ്ങയുടെ മുകളിൽ? ഫ്രണ്ടിൽ സീറ്റ് ഉണ്ട്. വാ ചാലിബേ, അവിടെ സീറ്റ് ഉണ്ടോ? ഓ ഉള്ളിൽ കയറിട്ടോ. Right front fountain. Sorry, stand so. Okay, I'll take the attendance now. Mr. Adil, Mr. Yusuf, Dr. Srivastav, Miss Neela, അറ്റൻഡൻസ് എടുക്കട്ടോ. അറ്റൻഡൻസ് Mr. Natwar. അത് കുഴങ്ങി. Side for the show on the right hand side corner over there for the stunt show. 12 baje show start hoga. The show will start by 12. Please go inside. I'll meet you at the exit. ഇതിപ്പോൾ സംഭവം ആകെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പാടിയായിട്ട് എന്താ പറയുന്നത് മനസ്സിലാവണില്ല. ആകെ തേഞ്ഞിക്കണു. വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ യാത്രടാ. എടാ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഷോ ആടാ? സ്ക്രീനൊക്കെ ഉണ്ട്. We ask that you keep small children with you, and for those sensitive to sound, please be advised there are loud noises, including gunshots and bomb blasts during the show, in addition to special effects. So take your seats, get ready for some exciting action, and put your hands together for the Wild West Stunt Show!
സംഭവം വർത്താട്ടോ. ഒരു 15 മിനിറ്റോളം ഷോ നടന്നിട്ടുണ്ട്. ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം സ്റ്റോറേജ് വേഗം ഫുള്ളാവും. പിന്നെ അതുമല്ല പെട്ടെന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്, എവിടുന്ന് എടുക്കാന്നൊന്നും മനസ്സിലാവണില്ല. സംഭവം സെറ്റായിരുന്നു. നമ്മളാ ഒരു സ്റ്റണ്ട് ഷോൻ്റെ അവിടെ നിന്ന് പോന്നു. ഇനി അടുത്തത് രാമോജി ഷോ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോണ്. ഒരുപാടുണ്ട് ഇവിടെ. മിക്കവാറും നമ്മുടെ വീഡിയോ ഒരു സിനിമയാവും തോന്നുന്നുണ്ട്. ഇവിടെ രാമോജി ഷോ നടക്കുന്നു. ഇവിടെ അങ്ങനെയും പോകണ്ടല്ലോ ആൾക്കാർ. ഇത് ഓരോരുത്തർക്കും ഓരോ ടീമിൻ്റെ പേരുകളാട്ടോ. ഇപ്പം ഞങ്ങളെ കണ്ട യെല്ലോ, എന്താ ഞങ്ങളുടെ പേര് രാജേഷ്. ഇനി രാമോജി ഷോ കാണാം. So we have 3 spots over here. This is Wild West Street. There we have one statue, and down there we have a chair. You can click pictures over here, and then everyone please go inside that gate. Take first left. सबको उस गेट के अंदर जाके फर्स्ट लेफ्ट लेना है. Before 12:45 anyhow you have to go there. ठीक है? ഹായ് ഗൈസ്, നമ്മൾ തേങ്ങാവെള്ളം കുടിക്കാൻ പോവുകയാണ്. നമ്മുടെ ഹൈദരാബാദ് വന്നിട്ട് തേങ്ങാവെള്ളം കുടിച്ചു. നല്ല എടാ നമ്മക്കല്ലേ 1-2 കുപ്പി വെള്ളം തന്ന്. തേങ്ങാവെള്ളം അങ്ങനെ പോലെ ഇരിക്കുമോ? കൂൾ ജംഗ്ഷനാണ് തൊട്ട് തേങ്ങ ഒന്നും ഇല്ല ഇവിടെ. എന്തെങ്കിലും അത് ഭയ്യ, അയ്യോ ഭയ്യല്ലേ. എന്തുകൊണ്ട് കൂളായിട്ട് എന്തെങ്കിലും വേണോ? ലെമൺ ഫാൻഡ, ലെമൺ ശരി. ഫാൻഡ വേണോ? ഫാൻഡേ അതാ തംസപ്പ് സ്പ്രൈറ്റ് അടിച്ചാലോ? കൊല്ലു. ഇത് ഇന്നലെ നമ്മൾ കുടിച്ചതിനെ കാണുന്ന വലിപ്പുണ്ട്. അപ്പൊ ഞാൻ നെയിം കരിഷ്മ ജാലിപ്പ് വളച്ചു. ജാലിപ്പ് ആരുടെ പേരാ നോക്കിയത്, മൂത്തക്കല്ല. എന്നാ അത് തുറന്ന നമുക്ക് ഏറ്റല്ലോ. ഞാനിവിടെ എൻ്റെ ഭാര്യ ദീദി ഓപ്പൺ കരയോ. രാമോജി ഫിലിമിലേ ഇവിടെ ഇങ്ങനെ ഒരു പന്തല് പോലെ സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ ഇവിടെ ഷൂട്ട് ചെയ്ത പടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് അറിയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മലയാളത്തിലേ കൃഷി ഇതിരി നമ്മുടെ ചെക്കൻ്റെ. എവിടെ പോയി മലയാളം കണ്ട് നമ്മള്? അതാ ബാഹുബലിയുടെ അവിടെ. കലി ദുൽഖർ കൊറേ ഉണ്ട് കേട്ടോ, കണ്ടാനുണ്ട്. നല്ല വെയിലാണ്, മൊട്ട വെയില്. ഞാൻ തൊപ്പി എടുത്തതേന്നു. ഞാൻ അവിടെ AC സെറ്റപ്പൊക്കെയാണെന്ന് വിചാരിച്ചു. 3000 എടുത്തല്ലേ വെച്ചിട്ട് എവിടെയും മൊട്ട വെയിലത്ത് കൂടെ നടക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ ആ ഒരു എൻട്രിയുടെ അവിടേക്ക് പോവാം കേട്ടോ. ലാസ്റ്റ് എൻട്രി ഇതാണ്. ഇവിടെയാണ് ആ രാമോജി ഷോ നടക്കുന്നത്. സ്പിരിറ്റ് ഓഫ് രാമോജി ഷോ. എടാ ഒരു ഫോട്ടോ എടുക്കടാ മേലത്തെ. Ladies and gentlemen, boys and girls, welcome to the celebration of music and dance. The spirit of the cinema, the spirit of India, the spirit of Ramoji. मैं अनजान हूं, मैं इनका भगवान कैसे बन गया? मैं हूं कौन? हमारे भगवान अमरेंद्र बाहुबली का रक्त हो तुम। वनस्पति की असंख्य प्रजाओं के धन, मान और प्राण का रक्षण निरंतर अपने कर्तव्य का निर्वहन करते हुए मुझे अगर प्राण भी त्यागना पड़े तो संतोष नहीं करूंगा।
ഗൈസ് ആ രാമോജി ഷോ കണ്ട് ഇറങ്ങിയിട്ടാ ഞങ്ങൾ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്ലേ ചെയ്ത സോങ്ങുകളൊക്കെ കോപ്പിറൈറ്റഡ് സോങ്സാണ്. നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോയിൽ പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടിലും നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീല് കിട്ടില്ല കേട്ടോ വീഡിയോയിൽ. മസ്റ്റായിട്ട് കാണണം. കറക്റ്റ് ആ ഒരു ഡാൻസും പക്കയാണ്. വന്ന് കാണണ്ടേ, മസ്റ്റ് ട്രൈ ആണ്. റേറ്റ് ഉണ്ടെങ്കിലും വർത്തബിൾ ആട്ടോ. ഒരു അടാറ് ഐറ്റം കണ്ടിട്ട് പോണ വഴിയിൽ കാണിച്ചു തരത്തെ ജാലിപ്പേ എങ്ങനെയാ സാധനം. നല്ല കിക്കിടില്ല സാധനം കേട്ടോ. ഏതാ സാധനം കിടക്കണൊക്കെ. അത് വരുമ്പോ എടുക്കാം. പസഫിക് കോസ്റ്റോ ഏതല്ലേ ഇതിന്റെ ഉള്ളിലേ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫാമിലി ഫോട്ടോ കണ്ടോ. ഒരു നീല അവിടെ നിന്ന് കണ്ടോ. ഓരോരുത്തർ വന്ന് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അതിന് നമുക്കൊരു കാർഡ് തരും. കാണിച്ചാൽ അവിടെ ഈ ഒരു സാധനം തരും. ഇത് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് ഇട്ടു തരും. അപ്പോൾ ഗൈസ് ഞങ്ങളിനി ട്രെയിനിൽ പോകാൻ നിൽക്കാം കേട്ടോ. ട്രെയിനിൽ നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് വേണം വന്ന് ഫ്രണ്ട് സീറ്റിന് വെയിറ്റ് ചെയ്യുക. എന്തോ പേടിപ്പിക്കണ സംഭവം അതുകൊണ്ട് പേടിക്കണമെന്നല്ല. നമ്മളെ വണ്ടി കേട്. നമ്മളെ വണ്ടിയിലെ ഏത് സീറ്റ് വിൻഡോ സീറ്റ് അല്ല ഇപ്പം ഇതിന്. എടാ ഈ വയറ് ചാടി എങ്ങനെ ഇരുന്നതിനെ ചെറിയിക്കണം കൊടുത്തോ. നമ്മുടെ ക്യൂൻസ് എത്തി. ക്യൂൻസ് അയ്യോ അതാ ആടാ. ആടാ ഇത് പേടിപ്പിക്കണല്ലേടാ. ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ആയി. നമ്മൾ പോലെ അല്ല ഉദിൻ്റെയിലും കയറിയ പോലെ. വാണി കുറച്ച് വാരിക്കോ സ്വർണം. കെയിനോ എക്സിറ്റ് ഇത്രേ ഉള്ളൂ. ലിങ്കേഷൻ ഞാനിവിടെ പറഞ്ഞില്ലേ സൗണ്ട് റെക്കോർഡ് ചെയ്യണത് ബാക്ക്ഗ്രൗണ്ട് അത് ചെയ്യണതൊക്കെ. പേടിപ്പിക്കണം പോയടാ. കാശ്മീർ എത്തി. മിക്കവാറും ചെവി പോകാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞില്ലേ ആരും അവിടെ കടത്തിക്കണ അതിനെ. അയ്യോ ആ ഏതാ വണ്ടി. അതാ പൂളോ അതാ വണ്ടി ഇടിച്ചു തോന്നുന്നു കൂലിങ്ങള്. അതാ ചുഴലിക്കാറ്റ്.
കറണ്ട് ഇല്ലേ? എന്താ സിഗമയാണോ? സിഗമ. അയ്യോ, ഇത് സംഭവം ഓരോന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് കാണിച്ചു തരടാ. ജാലി പയ്യേ കഴിഞ്ഞോടാ. मेरी दूसरी इच्छा भी पूरी कर दूं। ईशा से शादी करना चाहता हूँ। ഇല്ലേ? അത് നമ്മൾ ഡൽഹിയിലെത്തി. അപ്പോൾ നമ്മുടെ ആ ഒരു ഷോ കഴിഞ്ഞു കേട്ടോ. നമ്മളാ ഒരു വണ്ടിയിൽ വന്നിരുന്നില്ലേ, അത് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതാ ഇതേപോലെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ പറ്റും കേട്ടോ. കൂപ്പണിൻ്റെ ജ്യൂസിൻ്റെ വലിപ്പം നോക്കേ. അത് ആടു ഇന്നതിന് മുമ്പ് നമ്മൾ എന്താ കൈക്ക് പിടിക്കുക. ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്തില്ലേ, ആ ഫോട്ടോ നമ്മൾ ആ QR ഇവിടെ കൊടുത്താൽ ആ ഫോട്ടോ നമുക്ക് കിട്ടും കേട്ടോ. അതൊന്ന് കാണിച്ചു കൊടുത്താൽ നമ്മളൊരു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോ കേട്ടോ. ഇത് നമ്മളെ ഇത് സംഭവം എന്താ വെച്ചിട്ടാ, നമ്മൾ ഒരു ഗ്രീൻ സ്ക്രീൻ പോലെ നമ്മളെ ഫോട്ടോയിൽ നിന്ന് എടുത്തിട്ട് ഇവിടുത്തെ ഓരോ സെക്ഷൻ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് തരിക. കണ്ടാലും മതി, പോലെ വെച്ചൊട്ടിച്ച പോലെ ഉണ്ട്. ഇതിന് മേലെ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇവിടെ എന്താ ആക്ഷനോ? ഇവിടെ എന്തുണ്ട്? ഞങ്ങളൊരു മൂവി നൈറ്റ് എന്നുള്ള ഒരു ഇതിൽ കയറി കേട്ടോ. ഇത് സംഭവം ഈ ബൈക്ക് സ്റ്റണ്ടിങ്ങിൻ്റെ സീന് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഫിലിം ചെയ്യുമ്പോൾ ചെയ്യൂല. അതിൻ്റെ സംഭവമാണ്. ബാക്കിലാണ് ഒരു ഗ്രീൻ സ്ക്രീനൊക്കെ. ആ ഗ്രീൻ സ്ക്രീനിൽ നിന്നിട്ടാണ് ആ ഫ്രണ്ടിലൊരു ബൈക്ക് സ്റ്റണ്ടിൻ്റെ സീനൊക്കെ വരുമ്പോൾ അവിടെ അങ്ങനെ ആ ബൈക്കിൻ്റെ ബാക്കിൽ ഇരിക്കുക. ജസ്റ്റ് ഒരു ടോയ് പോലെ ഒരു സംഭവമാണത്. അതിൻ്റെ സൈഡിലൊരു ചെയർ ഉണ്ട്, ഒരു ഡയറക്ടർ പറഞ്ഞു. ഞാനിത് ഐഫോണിലിട്ട് കാണിച്ചു തരാം. वेलकम टू द शूटिंग स्टेज ऑफ एक्शन थिएटर। सबका स्वागत है शूटिंग स्टेज ऑफ एक्शन थिएटर में। अभी स्टेज के ऊपर हम बनाएंगे एक मूवी का सीन और एक्सपीरियंस करेंगे लाइव मूवी मेकिंग प्रोसेस इसी स्टेज के ऊपर। नाउ वी आर गोइंग टू क्रिएट a movie scene on the stage here and we are going to experience the live movie making process on the stage here. And for that I require 3 heroines above 18 to 40. Any 3 ladies can join the stage. Madam with the red, both on red bikes. Madam with the black on yellow bike. Yes, madam. इधर एक, आप उस तरफ, मैडम इस तरफ. Yes. अभी ध्यान से सुनिए मैडम, आप तीनों हीरोइंस नहीं हो मैडम, तीनों के तीनों चोर हैं. या मैडम चोरी सीरियस मैटर है, हंसना नहीं है. देखिए बॉक्स के अंदर कैमरा फुल रेडी है, पूरा फोकस कैमरा पे रखना है. वहां पे देखिए मैडम बॉक्स को ही देखना है. बॉक्स के अंदर कैमरा रेडी है. गाड़ी को रेस करो, दोनों तरफ नहीं मैडम, ओनली राइट साइड रेस करो. गाड़ी को लेफ्ट राइट बेंड करो मैडम, ज्यादा बेंड करिए, फ्लेक्सिबल रहते गाड़ी, नहीं गिरेगी. देखिए लाइट्स कैमरा ऑन हो गया, पूरा फोकस कैमरा पे ही रखना है मैडम. इतना थोड़ा सा रेस करिए, गाड़ी को लेफ्ट एंड राइट बेंड करिए मैडम. अभी आप तीनों मुंबई हाईवे के ऊपर गाड़ी भगा रहे हो, सिर्फ कैमरा को देखो. आप सब देख सकते हैं यहाँ पे ग्रीन स्क्रीन के इस्तेमाल से पूरा बैकग्राउंड चेंज कर दिया हमने. इस प्रकार इफेक्ट को हम कहते हैं क्रोमा की इफेक्ट. As you can see here, we are using a green screen to change the background of the actors. This type of effect is known as the chroma key effect. మీరందరూ చూడొచ్చండి, ఇక్కడ ఒక గ్రీన్ స్క్రీన్ సహాయంతో మొత్తం బ్యాక్గ్రౌండ్ ని చేంజ్ చేస్తున్నాము. ఈ విధమైన ఎఫెక్ట్ నే మనం అంటాము క్రోమా కీ ఎఫెక్ట్ అని. मैडम जल्दी पीछे देखो, पुलिस आ गया.
इतना आराम से कौन चोर देखता मैडम? टेंशन से देखो, जल्दी देखो, रेस करो, जल्दी पीछे देखो. Join your hands for stars. अभी आप जा सकते हो स्टार रूम के अंदर कॉस्ट्यूम चेंजिंग के लिए. थैंक यू सो मच फॉर द हेल्प यार. अभी हम लोग जाएंगे अगला स्टेज के अंदर मूवी में साउंड इफेक्ट्स ऐड करने के लिए. ऑपरेटर ओपन द डोर्स. Mr. Jack Foley is a sound technician from Hollywood movies. Uses these type of instruments to add the sound effects for movie scenes. इसी प्रकार के सारे इंस्ट्रूमेंट्स की मदद से मिस्टर जैक फॉली एक हॉलीवुड मूवीज का साउंड टेक्नीशियन साउंड इफेक्ट्स ऐड करते थे మూవీస్ के సీన్స్ కి. మిస్టర్ జాక్ ఫోలీ అనే ఒక సౌండ్ టెక్నీషియన్ అండి పనిచేసే వాళ్ళు హాలీవుడ్ మూవీస్ కోసం ఇలాంటి ఇన్స్ట్రుమెంట్స్ అన్ని ఉపయోగించుకొని సౌండ్ ఎఫెక్ట్స్ ని యాడ్ చేసే వాళ్ళు మూవీ సీన్స్ కోసం. నౌ లిసన్ టు ద సౌండ్ హియర్ అండ్ గెస్ ద సౌండ్. విండ్ హవా. Horse riding sound. Rain, बारिश की आवाज. अभी हम सब मिलके एक छोटा सा वीडियो देखेंगे स्क्रीन के ऊपर. उसमें आप देख सकते हो किस प्रकार हम साउंड इफेक्ट ऐड कर सकते हैं. इसी प्रकार एक साउंड स्टूडियो की मदद से वो वीडियो में. Let's watch a short video on the screen here to understand how we can add sounds in the video with the help of a sound studio in that video. On the screen everyone. चोर चोर नहीं चोर मेरा बैग चोर चोर कोई है प्लीज somebody help me चोर मेरा बैग लेके भाग रहा है चोर Your bag. थैंक यू. जब हम बोलेंगे बाइक स्टार्ट तब आपको ऐसे चालू बंद करते हुए खेलना है ऐसे. ओके मैडम. यस. और एक आना चाहिए फाइटिंग करने के लिए यहाँ पे जल्दी. यस वी रिक्वायर वन मोर. आ सकते मैडम, जल्दी आना है, टाइम कट रहा है, जल्दी जल्दी आ जाइए स्टेज पे. ऑन द स्टेज ग्लव्स के ऊपर मारना है आपको. आ जाइए जल्दी, मारिए ग्लव्स के ऊपर. Start the bike. Yes. आपका काम लास्ट में है. देखिए टीवी, आप देखिए हमारे स्टार्स आगे पर्दे के ऊपर और स्टार्स ऑन द स्क्रीन नाउ. आप सब देख सकते हैं यहाँ पे एक साधारण मिक्सर की आवाज को हमने बना दिया एक बाइक की आवाज हमारे मूवी के सीन के लिए. इस प्रकार हमारे पुराने मूवीज में प्रोडक्शन टीम वाले इस्तेमाल करते थे मिक्सरों की आवाज को एक बाइक की आवाज की तरह. Welcome to the premier stage of Action Theatre. सबका स्वागत है premier stage of Action Theatre में. പൈസ ഉണ്ടല്ലോ. വേറെന്തൊക്കെ ഉണ്ടോ ഒക്കെ. ഇതെന്താ കേക്കോ? പക്ഷെ അതെന്താണ് കരിഞ്ഞതോ? ഈ ഒരു സർക്കിൾ തന്നെ ഉള്ളൂ. ഇവിടെ ഒക്കെ ഉണ്ടേ. ചോക്ലേറ്റ് വാങ്ങിയില്ലേ? ഫിഷ് ഫ്രൈ, ചിക്കൻ എടുത്തോ. ഇട് കായ മുതലാക്കട്ടോ. ഇതിലെന്താ ചിക്കൻ ബട്ടർ മസാല എത്ര? ഇത് റൈസ് ഇടാൻ വന്ന അതിനുള്ളു ഇവിടെ. ഗൈസ് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ.
അൺലിമിറ്റഡ് ഫുഡാണ്, ഫുൾ ലക്ഷറി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ 2.50 ഉള്ളിലൊക്കെ തിന്ന് കഴിക്കണം എന്ന് പറയുന്ന ആള്, അതിലാണ് ഓരോ കളി. ഫുഡ് വെച്ചിട്ട് വരിക, അറ്റാക്കിംഗ് ആണ്. ഗാലിബൊക്കെ ഫുൾ അടിയാ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചതാ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ബസ്സിൽ കയറിയിരിക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് രാമോജി ഫിലിം സിറ്റിയിലെ ഒരു ഫിലിംസിൻ്റെ സെറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകണം. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോൾ ഒരു 2 സംതിങ് ആയിട്ടുണ്ട്. 2 സംതിങ് 3 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് 5:30 അടക്കും. മൊത്തം ക്ലോസ് ചെയ്യും ഈ രാമോജി ഫിലിം സിറ്റി. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഓരോ സെറ്റിലേക്കാണ് പോകുന്നത്. സെറ്റ് മീൻസ് ഒരു ബാഹുബലിയൊക്കെ ചെയ്ത സെറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റിലേക്ക് കാണാൻ കേട്ടോ നമ്മൾ ഇനി പോണത്. അപ്പോൾ നമ്മളൊരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ടീം മൊത്തം ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കണ്ടോ. ഞങ്ങൾ ആദ്യം കയറി ഫ്രണ്ട് സീറ്റ് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ ഇരുന്നാലുള്ള നമുക്ക് നേരെ കാണാൻ പറ്റും. Thank you so much, everyone. Sir, lunch हो गया ना? Yes. How you feeling? कैसा था? अच्छा लग रहा है आपको? Okay. So this place called Eureka. There's your 2 star scenes in this place only. So in this bus, we will show you the different movie shooting sets. Okay. So the first on the left hand side, the musical glow garden. They're especially for kids. The kids thematic base we have created here. Chandraj Bhakti. So again, the left hand side, the Sierra Garden. It is famous for group songs. The Dirty Picture Vidya Balan, and the Malayalam, the Darling everything in Malayali also, and Pushpa movie also in this place. And July movie also. So we are left taking up the left hand side, the Lake Garden. The Dirty Picture Vidya Balan. नेचुरल डिंसर के गाना था फिल्म पे यहाँ शूट हुआ था. The song was being shot here. The 60% song. ఇక్కడ క్రియేట్ చేశారనమాట. So again the left hand side, the Heartbeat Garden. Yearly once in this place only Valentine's Day in Ramoji Film City. जोड़ी के जब कुछ प्यार करने के सीन दिखाने उसी वक्त एक गार्डन की यहाँ चूज करेंगे. फिर प्रेम के चिन्हाने तो निको का 24 होता है. So अभी यहाँ अगर लव सक्सेस होगा, अगर फिल्म बेस्ट स्टोरी के हिसाब से सामने दिखाएंगे यहाँ पर फैंटेसी स्ट्रीट्स, Saudi and Kodaikanal. This means the hill locations will be required at the time they will shown in this place only. Okay, చూపిస్తుంటారన్నమాట ఊటీ మాదిరిగా. So on the left hand side, the green animals. These are all animals, only one shape, the one color here. तो बच्चों के लिए इस्तेमाल करेगी यहाँ पर, स्पेशली फॉर किड्स सॉन्ग्स मोस्टली इन दिस प्लेस. चिन्नाला पर जो ग्रीन कलर पे किस लिए बनाया गया मालूम है ना, क्योंकि जो क्रोमा इफेक्ट बैकग्राउंड किस तरीके से भी चेंज उस तरीके से यहाँ चेंज कर सकते हैं. ये ग्रीन कलर वाला एलांटी वाला बैकग्राउंड चेंज చేయడానికి అవకాశం ఉంటుంది. So again the left hand side is a hill, the top is a Hawa Mahal replica Rajasthan. Yes, Kunyalin Marakir in Malayali. Yes, nearby in this Hawa Mahal. Kunyalin Marakir and Bimbisara, the recently movie, and हम दिल ने छोटी सी फिल्म पे भी देख सकते हैं जंक्शन पे यहाँ पर. So now everyone in Kerala right now. Yes, we are in Kerala. Yes. Kerala here. Yes. So the left side the replica, the Kerala replica, the Kerala palm trees. So college entrance, schools entrance, early morning the walking and jogging scenes they will shown in this street only. ఇదే వీటిలో చూపిస్తుంటారనమాట. ఎర్లీ మార్నింగ్ కాలు నడకడం మీద సన్నివేశం కొరకాయ. The mostly for youngsters, okay, they will shown in this youngsters scenes. So again the left hand side, their own garden, Karishma. So this garden has one speciality. At the shooting time, the heroine wearing costume, same color cloth will be decorated. Like the red color saree, red color flower, white color saree, white color. But before 2 months, they will intimate to our art culture department the which color cloth will be required in movies. 2 महीने से पहले ही बोल के रखना पड़ेगा यहाँ पर कौन सा कलर का फूल चाहिए शूटिंग के समय. उसी के हिसाब से यहाँ पर फूल सजाया जाएगा. यहाँ पर నెలలు ముందుగానే ఆర్డర్ ఇవ్వడం వల్ల ఏ రంగు సంబంధించి పువ్వులు కావాలని కూడా ఆ పువ్వులు ఇక్కడ అమర్చడం జరుగుతుంది అనమాట. సో అగైన్ ద లెఫ్ట్ హ్యాండ్ సైడ్ ద ఎక్విప్మెంట్స్ డిపార్ట్మెంట్, ద पिंचो एरोप्लेन्स, ऑल इक्विपमेंट्स फ्रॉम हियर ओनली वी विल प्रोवाइड फॉर द रेंट बेसिस. सारी चीज यहाँ से मिलेगा रेंट बेसिस. प्रति ఒక్కటి కూడా ఇక్కడ నుంచి లభ్యమవుతూ ఉంటుంది. So within a while we are going to see the north and south Indian locations, the world-wise locations in Ramoji, especially for filmmakers. This is a film paradise. सारी नमूना यहाँ देख सकते, सारी दुनिया यहीं पर बनाया गया यहाँ पर. ప్రపంచాన్ని ఇక్కడే చుట్టేయచ్చు, మొత్తాన్ని కూడా ఇక్కడే ఏర్పాటు చేశారనమాట.
जो लेफ्ट में दिखेगा यहाँ पर, द लेफ्ट हैंड साइड इट्स अ गोल्डन टेम्पल रेप्लिका, अमृतसर. The front part, the Golden Temple, the back is the Gurudwara. रब ने बना दी जोड़ी. जनता गैरेज, बजरंग बाई, दबंग, गंगूबाई खाटशवाड़ी यहाँ हुआ था. And the CID Musa also there. Okay, CID Musa. And Jailer, okay, and Linga, and Lucky Bhaskar, Ozzy and Fauzi. And the recently the movie is related to Chava also in this place. Next में देखिए the Masjid and Taj Mahal and Minar. तीनों पार्ट ये पर दिखाएंगे. लेफ्ट में भी दिख रही है यहाँ पर रेड फोर्ट, गेटवे ऑफ इंडिया, इट्स मुंबई, द मुंबई टू आगरा, आगरा to चारमीनार. Yes, 2 minutes walkable distance. It is possible in Ramochi only. Just बाहर अगर आपको जाने 2-3-4 दिन भी लगेगा, अगर फ्लाइट में 2-3 घंटे भी लगेगा आपको. इसी पूरे फिल्म का कमाल है. Okay. Yes, so the both sides are Bengali typical houses, कोलकाता. Yes, कितना सुंदर लग रहे हैं ना. It's a cool भालो like it's nice place ना, बढ़िया है. Again, the left hand side, the different chawl here, like the Mumbai and Bengali, the Hotel Rama Palace. आगे अगर आपको फ्यूचर में अगर फ्लाइट लेके आने हैं तो भी लेकर आ सकते हैं. यहाँ पे देखिए हमारा फिल्म सिटी में इज हेलीपैड जंक्शन. इज एट टाइम वी कैन लैंड हियर 3 हेलीकॉप्टर्स विदाउट डिस्टर्बेंस. ओके, 3 हेलीकॉप्टर्स यहाँ पे लैंड कर सकते हैं. ये तो दिखाया जाएगा जाते फिल्मों में हीरो और विलन एंट्री सीन्स मोस्टली. इट्स अ रियल वन. देखिए ऊपर भी दिख रहा है आपको अपसाइड, जो बड़ा बिल्डिंग ही तो हमारा फिल्म सिटी का मालिक का घर है. यस, अच्छे पर्सन स्टेइंग हियर ओनली इज रियल द रेजिडेंस हियर. अभी जो भी दिख रहे पूरा फिल्म सेट है, द फिल्म सेट. सो वी आर एंटरिंग इनटू द मुंबई चोर बाजार. यस, दिस इज द मुंबई चोर बाजार एंड बॉलीवुड फिल्म महानखाली मार्केट. Chennai Express, Chinatown, Singham Returns, Golmaal 3, All the Best, Rocky Handsome, Madras Cave, Tiger Tree, and Pushpa also in this place, Pushparaj. This is a Gandhi Nagar, Nehru Nagar, Moti Nagar, Chacha Nagar. This means you can put the one statue, then they will announce a different name according to the actor's choice. Okay? किसी का भी स्टैचू रख सकते हैं, किसी का नाम भी यहाँ ले सकते हैं आप लोग. इवर विक्रम पेड़ पे आपका दान का पेड़ मारुस्ते उठा. अभी आपकी जो लिस्ट में यहाँ देख सकते हैं भी यहाँ पर सामने चेन्नई एक्सप्रेस मूवी में जो दिखाया गया यहाँ पर जो मीनामा का जो घर था यही है. इट्स येलो पेंटेड हाउस, इज अ मांडवा हाउस इन चेन्नई एक्सप्रेस. ये दोनों साइड से भी देखिए तो बोथ साइड्स जो भी घर दिख रहे भी यहाँ पर आगे से घर पीछे से पूरा जंगल. तो फ्रंट लाइन दे विल शोन इन दिस प्लेस विद द शूटिंग साइन लाइक द हाउस, बैक इज द एम्प्टी ग्राउंड. आगे से है सुंदर, पीछे से आती सुंदर. आगे से ऐश्वर्या, पीछे से कल्पना राय, दोनों को देख सकते हैं यहाँ पर. Which means each and everything in our Ramoji is a multi-purpose. They will utilize the both sides. So दोनों साइड्स इस्तेमाल करेंगे यहाँ पर. हीरो వైపులో వినియోగిస్తున్నారు ప్రతి ఒక్క ప్రదేశాన్ని. This is అరుంధతి మూవీలో చూసుకోవచ్చు మీరు గద్వాల్ సమస్త. Okay. Yes, and Singham Returns also in this place only. Chandramukhi Venkatapuram Palace. लगा बिल्डिंग. यस यार, ಅದನ್ನ ಚಂದ್ರಮುಖಿ हुआ है ना. चंद्रमुखी गिर के कल्याणारामन, मल्लू सिंह, Sataras and Suryavamshi. It's a different movies. The most of the scary scenes. So the right side, the Singham Goa police station. Singham Ata Maji Satak लेकिन yes, Gopal Singh police station and Pushpa Shekhawat police station. Pushpa दम है तो पकड़ के दिखाओ, छोड़ देता मेरा सिंडिकेट शेखावत. जैसे इन दिस प्लेस ओनली यहाँ हुआ तो पहला. अभी आपकी जो लिस्ट में यहाँ देख सकते हैं यहाँ पर सामने चेन्नई एक्सप्रेस मूवी में जो दिखाया गया यहाँ पर जो मीनामा का जो घर था यही है. इट्स येलो पेंटेड हाउस, इज अ मांडवा हाउस. അപ്പോൾ കൈസ് ഒരു 15 മിനിറ്റിൻ്റെ ഒരു ബസ് റൈഡിൽ നിന്ന് ഞങ്ങളൊന്ന് ഇറക്കിയതാട്ടോ. ഇതൊക്കെ നോക്കിയൊക്കെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു വീട് പോലെ തോന്നില്ലേ. കറക്റ്റ് സംഭവം ഇത് ഫുള്ള് സെറ്റ് ഇട്ട് കേട്ടോ, ഫുള്ള് സെറ്റ് ഇട്ടുക. അതിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കുവാ. ഇതിൽ കാണിക്കണതേ പോലത്തെ ആക്ഷൻ ഇതിൽ കാണിക്കണുണ്ടോ? वेलकम टू द वर्ल्ड मोशन कैप्चर स्टूडियो. मोशन कैप्चर स्टूडियो में आप सबका स्वागत है.
Kindly notice the front top everyone. सामने ऊपर की तरफ इन cameras को देखिए. These are called as OptiTrack cameras. इन cameras को OptiTrack cameras कहा जाता है. There are total 16 of the cameras inside the studio. Look at your artist. Artist is wearing a special costume. Artist ने special costume पहना हुआ है. You can see the white color dots of the costume. These are called as opti-sensors. Opti-sensors कहा जाता है इन्हें. Cameras are capturing the sensors because of which you can see the artist as avatar character on the screen. Cameras इन sensors को capture कर रही है जिससे artist को आप screen पर avatar character की तरह देख रहे हैं. Behind the artist, the blue color wall, it is blue chroma screen. With the help of blue chroma screen, any background or any destination can be changed without leaving the studio. स्टूडियो से बाहर गए बिना ही किसी भी लोकेशन या बैकग्राउंड को चेंज किया जा सकता है इस ब्लू क्रोमा स्क्रीन की मदद से. This technology has been used in movies like Avatar, Avengers, King Kong, Hulk, Spider-Man, Batman, Ravan, Robo, Bahubali, Valky, Thor, Infinity War. कई मूवीज में इस टेक्नोलॉजी का इस्तेमाल किया गया है. Now take a look at the chair. सामने रखे चेयर को देखिए. You can see the same sensors in the chair as well. चेयर पे same sensors दिखेंगी. Cameras are capturing the sensors and you can see the chair as a big rope on the screen. सामने रखा चेयर आपको स्क्रीन पर बड़े पत्थर की तरह दिखेगा. So this was all about Motion Capture Studio, the first attraction. ये था पहला आकर्षण Motion Capture Studio. Second attraction is virtual production where you will find yourself walking on the iconic streets of London. Thank you so much for watching Motion Capture. Proceed towards your right side for the next attraction. വേറെ സെറ്റപ്പ് കേട്ടോ. നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ ചെയ്യലില്ലേ അതേപോലെ ഇത് ഞാൻ കണ്ടപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണുണ്ട്. ഇന്നെ കണ്ടോടെ കണ്ടോ ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതാ ഞാനത് വീഡിയോ എടുക്കുന്നത് കണ്ടോ. ഇതിതാ ഞാൻ ചലിവേ കുറച്ച് അടുത്തേക്ക് വാ. ഏയ് ഇവിടെ കപ്പലൊക്കെ പോകണം. അപ്പോൾ കൈസ് അപ്പം ഇനി അടുത്തത് നമ്മൾ കവർ ചെയ്യണത് എയർപോർട്ടാണ് കേട്ടോ. എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. ഫുള്ള് ബിൽഡിങ് ഒക്കെ സെറ്റ് ഇട്ടിക്കുക. ഇതാ എയർപോർട്ട്. ഇത് എയർപോർട്ട്, അത് ഹോസ്പിറ്റലാണ്. ഇതാണ് ഞാൻ മറ്റേ ദുൽഖറിൻ്റെ പടം പറഞ്ഞില്ലേ ആ സാധനല്ലേ എന്താ ആ അല്ലേ അതെ അതവിടെ വെയിറ്റ് എയർപോർട്ടിൽ നിന്ന് ഇരിക്കണു. ഇതിൻ്റെതാ ഒരു സൈഡ് ഹോസ്പിറ്റല്, അപ്പുറത്തെ സൈഡ് എയർപോർട്ട്. ഇതാണ് എയർപോർട്ട്. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഒക്കെ പോലെ ഉണ്ട് ചെറുതായിട്ട്. ആ ഫ്രണ്ടിലൊരു ചെരിവില്ലേ. ഈ ഒരു സൈഡ് അവിടെ കണ്ടോ മറ്റേ പാരീസിൻ്റെ സാധനം. വായോ Thank you to everyone. So welcome back to India. हमारे जो फिल्म सिटी में सारे फॉरेन लोकेशंस देख कर आ गए. अभी इसी तरीके के जो सारे लोकेशंस के ना दिखाए जाएंगे हर फिल्म पे. These all European states. So आपके जो राइट से में दिख रहे हैं एक ही बिल्डिंग, the one building, but the four sides they will shown in this place like a hospital, library, church, airport, then down the taxi stand. इसी तरीके के जो बिल्डिंग्स का मदद ले लेकर यहाँ पर एक साथ 50 मूवी यहाँ शूट कर सकते हैं. 50 मूवीज एट टाइम इन दिस फिल्म सिटी विदाउट डिस्टर्बेंस. यावत पाई के सिनेमालो क्रिएट చేయొచ్చు. जो अभी आपके लेफ्ट में देखिए अभी यहाँ पर द लेफ्ट हैंड साइड देयर एडमिन ब्लॉक्स, बट द बैक साइड दे विल शो लाइक द कॉलेजेस, यूनिवर्सिटीज एंड हाईटेक कंपनी सिटीज. ओके, देखिए तो सुखी बाबा वेलनेस सेंटर. The different natural therapies you will get in this place. The nearby 18 varieties. देखिए अभी ये तो दिखा कि यहाँ पर जो रोड अभी जा रहे हैं. Since we are in the special runway, suppose like lamp poles is detachable then attachable.
इसको निकाल के यहाँ पर मुंबई से लेकर पुणे 500 किलोमीटर साइन को लगाकर मुंबई और पुणे नेशनल हाईवे जैसे दिखाएंगे. The Bangalore to Mangalore, the 200 kilometers they will show on this only, like the national highway scenes. देखिए आपके जो लेफ्ट में भी यहाँ दिख रहे हैं द प्रिया फूड, द रिसर्च डेवलपमेंट सेंटर. ओके, यहाँ से सारे वेयर हाउसेस को जाएंगे, यहाँ पे सारे खाने का आइटम. द प्रिया पिकल. Still right side, Asia's finest place, Saas Adventures Land Game Park. The different activities in this place, it will be open 4:30 only. The location closing the 5:30. The two complimentary activities in this place, like the Happy Hit Sumo Suit, the remaining charges, like they are starting the 200, the ending is 2000. 200 to 2000 rupees. अभी आपके लिस्ट में यहाँ देख सकते हैं आप the Central Jail. So anyone have experience? No one have experience. But today you will have a small experience in prisons also in our Ramoji Film City. We'll go directly through Bhopal. We'll come out from Nanded. Bhopal से जाएंगे, नांदेड़ से बाहर भी निकलेंगे. Yes. చెరుసాల అనుభూతి ఈ రోజు చూడబోతున్నారు, పొందబోతున్నారు ఎలా ఉంటుందన్నది. So different movies in this place. నేనే రాజు, నేనే మంత్రి, జాతి రత్నాలు, వాల్ తిరువిరేయ, డీజే టిల్లు, ఆర్ఆర్ఆర్, లింగా, జైలర్, సిఐడి మూసా, దృశ్యం, జాట్, వార్ 2 in this place. The recent movie in this place, Paradise, is a Nani movie and Tandel movie also. Tandel lo kuda chuskovachu. The border scenes they will shown mostly in this place. So the right side, the hanging place is पासिक सीन यहाँ होते हैं फिल्म पे देखिए. Yes. लेफ्ट में देखिए हम the left hand side. Drishyam movie, the dead body hiding scene was being shot here in 3 languages like Telugu, Hindi and Malayali. Okay. In 3 movies, they will show like here only the different interrogation scenes in police station. To the left side, the railway station, DDL, Jebbemed, Kalang, Chennai Express, East Station पर movie यहाँ shoot हुआ था. And यहाँ देखिए grow in 2020 also in this place. ये पूरा बाहर शूटिंग के लिए इस्तेमाल करेंगे यहाँ पर आउटडोर शूटिंग लोकेशंस. But if the directors will be require any indoor secret set, at the time they will choose a small shooting, medium shooting and big shooting floors in Ramoji. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പോണത് നമ്മുടെ ഹൈദരാബാദിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഹൈദരാബാദ് ഡെക്കാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ഇട്ടാ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ തന്നെ. പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് അറിയും. അങ്ങനെ സ്റ്റേഷനിൽ നമ്മൾ കയറുകയാണ്. ഇത് ജനറലാ, ജനറൽ കമ്പാർട്ട്മെന്റിൽ നടക്കുക. ഏതല്ലേ ഉമ്മേ എടാ ജാലിബേ, ചിലതൊന്നും ഉറപ്പില്ലടാ. ഞാൻ അടിക്ക് പോയി. ജാലിബ അവിടെ ഇങ്ങനെ നിൽക്ക്. എന്നിട്ട് ചെന്നൈ എക്സ്പ്രസ് ആയിട്ട് വാ. ചെന്നൈ എക്സ്പ്രസ് വാടാ വാടാ. ഇത് നോക്കിയോ, അതിൻ്റെ എൻജിൻ റൂം എങ്ങനെ വരുന്നു നോക്കുവാ. എന്തായാലും ഓരോരോ സെറ്റപ്പ്. ഇതൊക്കെ ഏതാ ഷീറ്റ് തന്നെ കേട്ടോ. ഇതിന് മുമ്പൊന്ന് പോയി നോക്കിയാലോ. called Bahubali set. इसे हम कहते हैं बाहुबली set. आपको तो मालूम ही होगा. Right hand side you can find a miniature of Bahubali. That is the whole empire of Bahubali. आप देख सकते हैं बाहुबली का साम्राज्य बहुत बड़ा था. उसको कभी किसी ने बनाया ही नहीं है. ये छोटे से बक्से को दिखाते हैं मैक्सिमम करके अजय साम्राज्य in movies. After enjoying this, you all need to move forward. First, visit Bahubali set. After that, you all need to go for the Bahubali Darbar restaurant. You can find it on the left hand side corner. You all need to go inside that.
After that, you can find a Bahubali merchandising store. Yeah, all need to go inside that, then exit. Entry from this side, exit from the other side. Don't come back here. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ രാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും അവസാനത്തെ ഒരു സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ നമ്മളെല്ലാവരും കൂടുതലായിട്ട് ഈ രാമോജി ഫിലിംസ് എന്ന് കേട്ടിട്ട് ഉണ്ടാവും ഈ ഒരു ബാഹുബലിയുടെ പേരിലെ കാര്യം. അതേ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബാഹുബലിയുടെ സെറ്റിലാട്ടോ. ഇതാണ് കറക്റ്റ് ആ ഒരു ബാഹുബലി മൂവിയിലെ ഫുള്ള് ആ ഒരു നമ്മൾ വീഡിയോ പടത്തിൽ കാണിച്ചിട്ടില്ല ലൊക്കേഷൻസ് കേട്ടോ. പക്ഷേ ഇത് ഫുള്ളൊന്നും ഇവിടെ ഇല്ല, ബാക്കി ഫുള്ള് VFX കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതാണ്. കണ്ടില്ലേ, ഇതാണ് ടോട്ടൽ ആ ഒരു ബാഹുബലി ഫിലിമിൻ്റെ സെറ്റ്. അവരതൊരു ജസ്റ്റ് ഒരു ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തേക്കാണ് എൻട്രി ഭാഗത്ത് തന്നെ. ഇവിടെ ഫുള്ള് ഈ ബാഹുബലിത്തെ പാട്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ കേൾപ്പിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് കോപ്പി റൈറ്റ് കിട്ടും, അതാണ് പ്രശ്നം. ഇതട്ടോ ശിവഗാമി ദേവി ഇതാ. ഓ, അതിനിട്ട ചങ്ങല. ഇതിൻ്റെ ഉള്ളിലാണ് കത്തിക്കൂലേ മറ്റേ വറക് ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലോ അതിലോ ഏതൊരു ഒന്നല്ലോ അല്ല, ഇതിലതിനെ കൂട്ടിലിടണതാണ് ഇവിടെ കത്തിക്കണേ. ആ എറിയണല്ലേ അത്യാവശ്യം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില്. ഇതന്നെ മെയിൻ സംഭവം. ഇത് മറ്റേ ഇരിക്കണേ ഓ ഇരിക്കൂലേ. ഇതിന്റെ ഉള്ളില് ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. തന്നെ ജാലിബ് കുറെ കറങ്ങി വരുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട്. ഇതാ ബാഹുബലിയില് അവൻ ആ യുദ്ധം ചെയ്യുന്ന ടൈമിലെ കറക്കണ മിഷയല്ലേ, അതാട്ടെ ഈ കാണണേ. എടാ നമുക്ക് അതിന് മേലെ കയറിയാലോ, ഇജ്ജ് കയറി വയ്ക്കോ. പോയ അപ്പൊ നമുക്ക് ആ മിഷീനിൽ ഒന്ന് കയറിയേക്കാം. പോനെ വലിക്കണല്ലേ കയറെന്തോക്കിട്ട്. എടാ ഇവിടെ മറ്റേ ചങ്ങയേ. ആ ഇത് നമ്മള് വരുമ്പോ കണ്ടില്ലേ ചെറിയ ഭാഗം. പാട്ടൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ ബാഹുബലിത്തെ മെയിൻ പുള്ളി പല്ലുവാൽദേവ് എന്നിട്ടോ ഇത് സെറ്റ് ഇട്ടതില് ഇറക്കി വെച്ചത് തോന്നുന്നു കഴിഞ്ഞിട്ട്. എന്താ സാധനം അവിടെ മറ്റേ അമ്പ് വിടുന്ന സാധനം അതാ. ഇതെന്താ ഹൈറ്റ് വെച്ചിട്ട് അങ്ങോട്ടൊക്കെ ജാലിപാട് നിൽക്കുമ്പോ എത്ര മോനെ ഹൈറ്റെന്നൊക്കെ. അമ്പ് മിഷീനി അപ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫിലിം സെറ്റിൻ്റെ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു റെഡ് ബസ്സിൽ കയറുന്നതിൻ്റെ മുമ്പല്ലേ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ എത്തി. ഇവിടെ ഇപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിക്കോളൂ. ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് കൂപ്പൺ കിട്ടിയില്ല. ആ കൂപ്പണിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാം. പിന്നെ ഇവിടെ കുട്ടികളെ ചെറിയ പാർക്കുകളുണ്ട്, അവിടെ വേണമെങ്കിൽ കളിക്കാം. ജാലിഗ്രൂപ്പ് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിൻ്റെ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വന്നതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇവിടെ കറങ്ങാണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് റിട്ടേൺ നേരെ നമ്മുടെ റൂമിലേക്ക് പോവാണ്. 1 മണിക്കൂർ ഇനി ഈ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ വന്നതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പോയി വരാം. AC വണ്ടി ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ടൈമിൽ നല്ല തണുപ്പാണ്, കുറച്ചൊക്കെ കുറച്ച് ചൂടുണ്ട് എന്നുള്ളൂ. പക്ഷെ എന്നാലും ബസ്സിൽ നോർമൽ ടിക്കറ്റിൽ പോകാൻ ഏറ്റവും ബെറ്റർ. അല്ലാതെ വലിയ ശനി ഞായറും അല്ലാത്ത ദിവസം വന്നാൽ മതി. അപ്പോൾ വലിയ തിരക്കില്ലാതെ എല്ലാവരും സുഖമായി കണ്ടിട്ട് പോവാം. വെറുതെ ഞങ്ങൾ തന്നെ ഇപ്പോൾ 3000 സംതിങ് കയ്യിൽ നിന്ന് പൊട്ടി. സാധാ നോർമൽ ടിക്കറ്റിൽ നമുക്ക് പോയി വരാനുള്ളൂ.
പിന്നെ എന്താ പറയുക, ഗൈഡ് എല്ലാത്തിലും ഗൈഡും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഫുഡാണ്. പിന്നെ ഫുഡ് ഈ പ്രീമിയം എടുത്തതിന് അതിൽ ഒരുപാട് ഐറ്റംസ് ഫുഡുകളുണ്ടാവും. പക്ഷെ അത് മൊത്തം നമ്മൾ ട്രൈ ചെയ്യില്ല. ചെറിയ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് അവിടെ സാധാ ഫുഡ് ഹോട്ടൽ, അതിൻ്റെ ഉള്ളിൽ സാധാ ഹോട്ടൽ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയ ഫുഡ് അതിന് മേടിച്ചിട്ട് ജസ്റ്റ് കാണാൻ കണ്ടിട്ടാണ് പോവുക. അങ്ങനെ വലിയൊരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് നോർമൽ ടിക്കറ്റിൽ പോവുക. എല്ലാ സാധനങ്ങളും എല്ലാവരും ഒരേ സാധനം തന്നെ കാണും. ഓക്കെ, എനിവേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദിലെ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതാ ജാലിബ് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ പ്രൊഫഷണൽ റൈഡർ. അപ്പോൾ ഇൻഷാല്ലാ ഹൈദരാബാദിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരിക്കും നാളെ. അപ്പോൾ കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.